ആ കഥ കേട്ടപ്പോൾ എന്തായിരുന്നോ തോന്നിയത് അത് അതുപോലെ അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ ശരണിന് പറ്റി. വെറുതെ പറയുന്നതല്ല, ഞാൻ നല്ല നല്ല സിനിമയത് കലക്കമട. ഡയറക്ടർ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ഫ്രഷായിട്ടുള്ളൊരു പ്ലാൻ ആ പടത്തിലുണ്ട്. നാരായണൻ്റെ മൂന്നാൾമക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതെ USB എന്ന് പറയുന്നത് ഇദ്ദേഹം, അതാ പറഞ്ഞത്, ഇദ്ദേഹം നല്ല ഡയറക്ടറാണ്, നല്ല റൈറ്ററുമാണ്. അപ്പം നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ഒരു 2-3 വർഷം മുമ്പാണ്ട് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അല്ല, എക്സാക്ട്ലി ഓർമ്മയില്ല എന്നാ പറഞ്ഞേ. ബട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പിന്നെ ചെയ്യുന്നത്. കൺഗ്രാജുലേഷൻസ് ശരൺ. താങ്ക് യു ചോദിച്ചിട്ടാ. തീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊരു ഈ ഒരു പെർട്ടിക്കുലർ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കഥയിൽ അല്ലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഒരു സ്പേസ് ആയിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലം കുറച്ച് കാലം ചിലവഴിച്ചത് കോഴിക്കോട് അടുത്തുള്ള കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ സ്പേസാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു. അവരുടെ ഒരു ഇൻട്രാക്ഷനിലൂടെ രൂപപ്പെട്ട് വന്ന ഒരു കഥയാണത്. പക്കാ സീരിയസ് ആയിട്ട് ഒരു ഡ്രാമാറ്റിക് മോഡിലൊരു കഥാപാത്രമായിട്ട് തോന്നിയ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും എന്താണ് കഥാപാത്രം, എന്താണ്, എങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ സ്വഭാവം, എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. പിന്നെ ശരൺ ഗംഭീര ഡയറക്ടറാണ്. അദ്ദേഹം പഠിച്ച് അത് എന്താ പറയുക, ജിയോ ബേബിയാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ നല്ലൊരു കഥയുണ്ട്, എന്നോടൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പുലിമട എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ വന്ന് സംസാരിക്കുകയും കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ടല്ലോ, ഒരു ഡയറക്ടറുടെ ധാരണ, അത് വളരെ കൃത്യതയുള്ള ആളാണ് ശരൺ. അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ്. അപ്പം നല്ല നല്ല രസമായിട്ടുള്ള സിനിമയാണ്. ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത്. ഇപ്പം അലഞ്ചേട്ടൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും ഈ പിഴിശ്ശേരിയും തോമസും ഗാർഗിയും എല്ലാം. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ രാജ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ഇതേ കാര്യങ്ങളാണ്, ഓരോ സീനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ആ കഥ കേട്ടപ്പോൾ എന്തായിരുന്നോ തോന്നിയത് അത് അതുപോലെ അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ ശരണിന് പറ്റി. വെറുതെ പറയുന്നതല്ല, ഞാൻ നല്ല നല്ല സിനിമയത് കലക്കമട. കൺഗ്രാജുലേഷൻസ് ശരൺ. താങ്ക് യു ചോദിച്ചിട്ടാ. അലൻസിയേട്ടാ, ഇപ്പോൾ നോർമലി തിയേറ്ററുകളിൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓവർ മാസ് പടങ്ങൾ അല്ലെങ്കിൽ കോമഡി പടങ്ങൾ, ത്രില്ലർ ജോണേഴ്സ് ഒക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഡ്രാമ സീരീസിലുള്ള പടങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരായണയുടെ മൂന്ന് മക്കൾ അതിൻ്റെ മാറ്റമാവുമോ? ഇതൊരു ഡ്രാമയല്ല, ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. എൻ്റെ ചുറ്റും എൻ്റെ ബന്ധുക്കളും എൻ്റെ അയൽക്കാരുമാണ് എൻ്റെ ശത്രുക്കളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും. ഈ സിനിമയിലെ ശത്രുക്കളെല്ലാവരും അവരവർ തന്നെയാണ്. ശരിക്കും ലൈഫിലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് കാണാം. ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അത് ഡയറക്ടർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത്. എന്നോട് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത്. ആസാംകാർ. അപ്പോൾ കഥ കേട്ടു, എനിക്കിഷ്ടമായി. കാരണം ഞാൻ അവിടെ ഒരു വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരും ഞാൻ കയറ്റാറില്ല. കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു. ഞാനൊന്ന് വളർന്നുപോയി എന്നെൻ്റെ അസൂയ കൊണ്ട്. അപ്പോൾ ഞാനൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു, ഒരു ജയിൽ കെട്ടാൻ തീരുമാനിച്ചു. ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ സമ്മതിച്ചു. ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത്. ഈ ജോബി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബൈബിളിൽ സൺ ഓഫ് ജോബ് എന്ന് പറയും. അർത്ഥം എന്താണെന്നറിയോ? സ്നേഹിതൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ സിനിമ അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഡയറക്ടർ സാറിനോടാണേ, എന്തുകൊണ്ട് ജോസ് ചേട്ടൻ
സുരാജേട്ടൻ, അലൻ ചേട്ടൻ, എന്തുകൊണ്ട് 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ അവരെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാസ്റ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എന്തുകൊണ്ടോ അത് ഒരു സംഭവിച്ചതെന്ന് പറയാം. അതായത് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു ഇപ്പം ജോയിച്ചേട്ടൻ്റെയും സുരാജേട്ടൻ്റെയും അലഞ്ചേട്ടൻ്റെയും ഒക്കെ മുഖം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരാരും എനിക്കറിയില്ല, എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഇവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നു, ഇവരുടെ അടുത്ത് കഥ പറയാൻ പറ്റുന്നു ഉള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു റൈറ്റേഴ്സ് ഫ്രീഡം, നമ്മളൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ, രസമുള്ള സാധനമാണെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം പുലിമേടയുടെ സെറ്റിൽ ഇപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞ പോലെ ജോയിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. അപ്പം ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അന്നും പറഞ്ഞത്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. അങ്ങനെ അതിനുശേഷം സുരാജേട്ടൻ്റെ അടുത്തേക്കും അലഞ്ചേട്ടൻ്റെ അടുത്തേക്കും ഒക്കെ എത്തി, ഇവരെല്ലാവരുടെ അടുത്തേക്കും എത്തി. നാരായണീൻ്റെ 3 ആൺമക്കളാണല്ലോ. അപ്പോൾ ഈ ടൈറ്റിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു റീസൺ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു. എഴുതുന്ന സമയത്ത് ഈ ടൈറ്റിൽ അല്ലായിരുന്നു, ഇവരുടെ അടുത്തൊന്നും കഥ പറയുമ്പം ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ ഒരു 1 മന്ത് മുന്നെയാണ് ഓക്കെ, ഒരു ദിവസം രാത്രി എപ്പോഴായിരുന്നു ഇത് ആലോചിച്ചത്. പക്ഷെ വൺസ് ഇത് നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തിയപ്പം എനിക്ക് ഓക്കെ, ഇതാണ് ഈ സിനിമ എന്നുള്ളൊരു ഒരു ഫീല് വന്നിരുന്നു. അതുപോലെ തന്നെ അതിൽ ആ പേരിലൊരു നാട്ടുഭാഷയുടെ ഒരു ഇതുണ്ടല്ലോ, നാരായണീൻ്റെ എന്നൊക്കെ പറയും. അപ്പം ആ ഒരു പടത്തിനും ആ ഒരു ഫീലുണ്ട് എന്നാണ്. നാരായണിയാണ് ഇൻ ക്യാരക്ടറിൻ്റെ മെയിൻ ലീഡാണോ? അങ്ങനെ ഉദ്ദേശിച്ചാണ് കേട്ടെ. പടം കാണും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ ശൈലി ചേച്ചിയോടാണ്. സീരിയലിൽ ഏറ്റവും അറിയാലോ, സീരിയലിൽ മെയിൻ താരമായിരുന്നു. അപ്പം സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് വന്നപ്പോൾ ഒരുപാട് സിനിമകളിപ്പോൾ ചെയ്തു. എങ്ങനെയുണ്ട് ഇപ്പം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലെ? ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത്. ഓക്കെ, സീരിയലാണ് പക്ഷേ കൂടുതലും ഹൈപ്പ് കിട്ടിയത്. ഏഷ്യനെറ്റിലെ കുങ്കുമപ്പൂവാണ് റീച്ച് ചെയ്യുന്നത്. സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്കേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത വർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന വർക്ക്സ് ആയിരുന്നു. അപ്പം വലിയ ഡിഫറൻസ് എന്ന് പറയണത് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രാഫ്റ്റിംഗ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സീരിയലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിവിഷനിൽ കാണിക്കുന്ന പരമ്പരകൾ നെഗറ്റീവ് മെസ്സേജസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത, ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കുങ്കുമപ്പൂ എന്തോ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്ന് അന്ന് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഹിറ്റായതും. ആ സമയത്ത് തന്നെ ഇതുപോലെ വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, ടാം റേറ്റിംഗ് നോക്കി ചെയ്യുക. ബേസിക്കലി കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, എസ്പെഷ്യലി അമ്മൂമ്മമാരൊക്കെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടുംബമായിട്ട് വന്ന് ടി വിക്ക് മുന്നിൽ ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് സീരിയലിന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടും ചുറ്റുപാടിലും നടക്കുന്ന കഥകളുടെ ഒരു ലോങ് ഫോർമാറ്റാണ്, ഷോർട്ട് ഫോർമാറ്റാണ് സിനിമ. അതിനൊരു ലോങ് ഫോർമാറ്റാണ്. അതിന് ആ രീതിക്ക് റിയാലിറ്റിയോട് ഒത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ എടുക്കാത്തതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതിനോട് എനിക്ക് വിയോജിപ്പാണ്. ജോയിച്ചേട്ടാ, ആദ്യത്തെ ഡയറക്ഷൻ തന്നെ ഈ തോമസും ഗാർഗിയും ഇവർ ഞങ്ങളുടെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത 2 ആക്ടേഴ്സാണ്. തോമസിനെ എല്ലാവർക്കും അറിയാം, ഗാർഗീനെ അറിയാമെന്ന് വിചാരിക്കുന്നു. മലയാള സിനിമയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഗാർഗി ഡ്രാമ സ്കൂൾ പ്രോഡക്റ്റ് ആണ്. ഷീ ഈസ് എ വെരി ഗുഡ് തിയേറ്റർ ആർട്ടിസ്റ്റ്. തോമസ് ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ്, ഒരു കുറച്ച് മിസ്റ്ററി ഉണ്ട്, ട്രെയിലറിൽ പറയുന്നുണ്ട് ഈ ഫാമിലിയിൽ ഒരുപാട് ഡാർക്ക് സീക്രട്ടുകൾ ഉണ്ടെന്നുള്ളത്. ശരിക്കും കണ്ടോ? കുറച്ചൊക്കെ കണ്ടോ പടം കാണുമ്പോൾ? ഇനി അതും കൂടി പറഞ്ഞാൽ പിന്നെ കാണാനൊന്നും ബാക്കിയില്ലല്ലോ. നല്ല സിനിമ എന്തായാലും. എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഇപ്പം ഇറങ്ങുന്ന ഈ സമയമാകുമ്പോഴത്തേക്കും അത് ഇറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം അതുണ്ട് വല്ലാണ്ട്. അപ്പോൾ ചോദ്യത്തിൽ നിന്നൊക്കെ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, അത്രേ ഉള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ ആനന്ദം. ഞാൻ കുറേ ഉണ്ട് പറയാൻ. ഇത് 8 വർഷത്തെ കഥയുണ്ട്. അപ്പോൾ അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ്
കുറേ സ്റ്റക്കായിപ്പോയി. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരു വരികയും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉള്ള പോലെ കുറേ സ്ട്രഗിളുകൾ. അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതിൻ്റെ ഓട്ടം. അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷം. അപ്പം നാരായണീൻ്റെ 3 ആൺമക്കൾ എല്ലാവരും ഫെബ്രുവരി 7 കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ. അത് ഭയങ്കര പേഴ്സണലാണ്. പക്ഷേ അറിഞ്ഞൂടാ, എല്ലാവരും സ്വീകരിക്കട്ടെ. തോമസ് ബ്രോ, ഇപ്പോൾ ഫെബ്രുവരിയാണ്, വാലന്റൈൻസ് ഡേ ഒക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ 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 എന്തുപറ്റി ഇവിടെ ഭയങ്കര ചിരി. അപ്പം വാലന്റൈൻസ് അപ്പോൾ നോർമലി അപ്പോൾ ഇൻസ്റ്റയിൽ വരുന്ന റീല്, വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളിലൊക്കെ താങ്കളും ഉണ്ട്. ഫെബ്രുവരി റൊമാൻറ്റിക്, ഇപ്പോഴും അങ്ങനെ റൊമാൻറ്റിക് സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുന്ന താല്പര്യമുണ്ടോ? ഒന്നുകൂടെ പറയുക, കേട്ടില്ല. ഇവിടെ എല്ലാവരും കൂടെ ചിരിച്ചിരിച്ച്. നോർമൽ ഫെബ്രുവരി ആണല്ലോ, വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ അതിന് നമുക്ക് വരുന്ന സ്റ്റാറ്റസ്, റീൽസുകൾ എല്ലാം നോക്കുമ്പോൾ തന്നെ ആനന്ദത്തിലെ സീനുകളൊക്കെ ഉണ്ട്. ആ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസുകളും നല്ല മൊമെന്റ്സുകൾ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ നിൽക്കണം എന്ന് താല്പര്യമുണ്ടോ, ഒരു റൊമാൻറ്റിക് സ്റ്റാർ ആയിട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ഇത് ജോജോട്ടൻ പറഞ്ഞുകൊണ്ട് ഇപ്പം എല്ലാ ക്വസ്റ്റിനും എൻ്റെ നേരെയാണോ? ഇതിവിടെ ചെയ്യും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഈ പറഞ്ഞ 8 വർഷം. അപ്പോൾ ഇനിയും ഇപ്പം നിഖിൽ എന്നാണ് ഇന്നത്തെ ക്യാരക്ടറിൻ്റെ പേര്, അതുപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഹലോ ഗാർഗി. എവിടെ എവിടെ എവിടെ? ഇതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് വാലന്റൈൻസ് ഡേ? എനിക്കത്ര സുഖകരമായ ഡേ അല്ല. കാരണം എൻ്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ. എനിക്കത് കൗ ഡേ ആയിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഷ്ടം പോലെ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ കഥാപാത്രത്തിന് ഇഷ്ടമില്ലെന്നേ ഉള്ളൂ. അല്ല, അത് എന്തിൻ്റെ ബേസിലായിരുന്നു ആ ചോദ്യം? ജീവിതത്തിൽ എപ്പോഴെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചോ അലഞ്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്? അത് ചെറുപ്പക്കാരനായതുകൊണ്ട്. ഹലോ ഗാർഗി, ഡ്രാമയിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നതെന്ന് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? ഇല്ല, ഇതിൽ ശരണിൻ്റെ SRFTL ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പടം ചെയ്യാൻ നേരത്തെ ശരൺ ഇങ്ങനെ വിളിച്ചു. ആ കഥാപാത്രം കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ഒരു 2-3 വർഷം മുമ്പായിട്ട് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അല്ല, എക്സാക്ട്ലി ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പിന്നെ ചെയ്യുന്നത്. സോ ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ. ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത് ശരൺ. ഓക്കെ, ഈ പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയതാണോ എന്നറിയില്ല, തോമസും ഗാർഗിയുമാണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയിലെ വളരെ നിർണായകമായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നു തോന്നുന്നുണ്ട്. ആ സംശയം ശരിയാണോ? ഇതിൽ ഒരു ഫാമിലിയാണല്ലോ. ഫാമിലിയിൽ എല്ലാവർക്കും അവരവരുടെ റോള് പ്ലേ ചെയ്യാനില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഞങ്ങളും ആ കുടുംബത്തിൻ്റെ ഭാഗമാണല്ലോ. ഡാർക്ക് സീക്രട്ട് എന്നുള്ളൊരു വാക്ക് തന്നെ കണ്ടു നോക്കൂ. ചോദിച്ചേട്ടാ, ആദ്യത്തെ ഡയറക്ഷൻ തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് ഇനി അടുത്ത സംരംഭം? ആളുകൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവും, ചെയ്യണം. ഉടനെ പ്രതീക്ഷിക്കാം അല്ലേ? അലൻസിയറിനെ പോലെ മാസ് ഫൈറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അലൻസിയറിന് ഇഷ്ടപ്പെട്ടോ പടം? കണ്ടോ പടം? അങ്ങനെയല്ല, ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന എങ്ങനെയാ വന്നതെന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. പടി 2 ആയിരിക്കും. ജോയിച്ചേട്ടാ, നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ ജോയിച്ചേട്ടാ, അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളായിരുന്നു ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും
അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻ്റായി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ. അവർ ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറേ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം, അങ്ങനെ മാറി വരുമായിരിക്കും ഇനി. അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിലും നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാൽ സർവത്ത് കുടിക്കുന്ന പോലെ. അല്ല, ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയുണ്ട്, കാരണം ചേട്ടൻ ഇങ്ങനെ കാരണം അതിലും വലിയ പടങ്ങൾ ഇറങ്ങിയിട്ട് പോലും ആരും മൈൻഡ് ചെയ്യാതെ വിടുന്നു. അപ്പോൾ ചേട്ടനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ, അതാണ് ചോദിച്ചത്. അല്ല, ചേട്ടനെ ഇങ്ങനെ ടാർഗറ്റ് കാരണം അത് കഴിഞ്ഞിട്ടും വേറെ പടങ്ങൾ ഇറങ്ങി, അതിനൊന്നും കുഴപ്പമില്ലാതെ ഓടിപ്പോണ്ടുപോയി. അപ്പോൾ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ പറയുന്ന പോലെ പുറത്തുള്ളതിനേക്കാൾ അകത്താണ് ശത്രുക്കൾ എന്ന് പറയുന്ന പോലെ ആണോ? ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, വികാരമായിട്ട് 2 ഡയലോഗ് പറയുന്നു. റീല് 1 മില്യൺ. പണിയെടുക്കുന്നവന് പണി കിട്ടും, പണിയെടുക്കുന്നവന് പണി കിട്ടും. ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോയാണെന്ന്, അത് എന്നെ വെച്ചിട്ട്. ജോജു ചേട്ടാ ഇവിടെ ജോജു ചേട്ടാ, അതായത് ഒരു നല്ല നടനാവണമെങ്കിലേ സിനിമയുടെ പിന്നാമ്പുറവും അറിഞ്ഞിരിക്കണം എന്നൊരു സന്ദേശമാണ് ജോജു ചേട്ടൻ്റെ ഒരു വളർച്ചയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തെറ്റല്ല, സിനിമ അറിഞ്ഞാൽ മതി, പിന്നാമ്പുറം അറിയണ്ട. അല്ല ഞാൻ പറഞ്ഞത് ആ വന്ന വഴിയാണ്. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാ അർത്ഥത്തിലും നല്ലോണം വേർപ്പൊഴുക്കി തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പം കൂടി ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ചോദ്യങ്ങൾ ജോജു ചേട്ടനോട് പോകുമ്പോൾ നല്ലൊരു വർക്കാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂയിൽ. അപ്പോൾ പണ്ട് മുതൽ ഇങ്ങനെയാണോ? അതായത് ഒരു സംവിധായകൻ്റെ കലയാണ് സിനിമ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണോ? 100% അങ്ങനെയാണല്ലോ. സംവിധായകൻ്റെ കല തന്നെയാണ് സിനിമ. അത് തർക്കമില്ലാത്ത കാര്യം, ഞാൻ പറയണതല്ല, അതാണ് അതിൻ്റെ സത്യം. അതെ. അപ്പോൾ ഈ സിനിമയിൽ നാരായണിൻ്റെ മൂന്നാൺമക്കൾ എന്നുള്ള സിനിമയിൽ നല്ല എണ്ണം പറഞ്ഞ 2 നടന്മാർ ഒപ്പം കട്ടയായിട്ടുണ്ട്. അലൻസിയർ ലോപ്പസ് എന്നുള്ള നടനും സുരാജ് വെഞ്ഞാറമ്മൂടും. അപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ മത്സരം ഉണ്ടായിരുന്നോ? നിങ്ങളെങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് നടത്തിയിരുന്നത്? ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങളൊരു 100 മീറ്റർ ഓടി നോക്കും, വന്ന് ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ. ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും, ഞാൻ സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, എണ്ണം പറഞ്ഞ നടന്മാരുന്ന്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട്. അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ. 28 ദിവസമല്ലേ, 29 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ അത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല അറിവുണ്ടാവണം. അപ്പം അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരണിൻ്റെ ഇനിയുള്ള സിനിമകളും നന്നാവും. ഇപ്പം നിങ്ങൾ നാളെ സിനിമ ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോണ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡൗട്ടില്ല അതിൽ. പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക, എനിക്ക് ചേട്ടനോട് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ. അപ്പോൾ സുരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ്. ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സൊക്കെ കാണാൻ പോവുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരിതായിരുന്നു. മത്സരോട്ടമൊന്നുമില്ല, നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മത്സരോട്ടത്തിനുള്ള അലൻസിയറേട്ടാ, മലയാള സിനിമയിലെ അഭിനയ രാജാവായിട്ടുള്ള തിലകൻ സാറുമായിട്ട് അലൻസിയറേട്ടനെ കമ്പയർ ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു നടൻ എന്നുള്ളതിൽ തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആർക്കും പകരക്കാരനല്ല. എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഈ ഇരിക്കുന്ന കസേര മാത്രമാണ്. തിലകൻ സാറിൻ്റെ സിംഹാസനത്തിലിരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. നിങ്ങൾ നേരത്തെ ജോജുവിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം നടത്തിയെന്ന്. ഞങ്ങൾ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പോയതല്ല. കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല, അതൊരു കൊടുക്കൽ വാങ്ങലാണ് കലയിൽ. ഇദ്ദേഹം തരുന്ന
ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോകും. അതാണ്, അത് പരസ്പര സ്നേഹമാണ്. ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് നിങ്ങളത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നതും. അത് ഞങ്ങളുടെ അഭിനയമാണ്. അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും. ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിടുന്ന ഒരു കളത്തിനുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ. അദ്ദേഹത്തിനൊരു ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയല്ല. പിന്നെ കുറേ ജഡ്ജിമാർ വരും. ആ 6 ജഡ്ജിമാർ വന്നിട്ട് പിന്നെ ജൂറി മത്സരത്തിലിരുന്നിട്ട് ആ ജൂറി മോമാരിരുന്ന് പറയും ഇയാളാണ് മികച്ച നടൻ. അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത കുറേ ജൂറിമാർ വരും, അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ. അപ്പോൾ അവർക്ക് തോന്നും അവർക്ക് കൊടുത്തോളാം. അത്രയേ ഉള്ളൂ കാര്യം. ജൂറിമാരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകൾ നിർണ്ണയിക്കപ്പെടുന്നത്, അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒളിമ്പിക്സിന് കിട്ടുന്ന അവാർഡും പോലെ താരതമ്യം ചെയ്യരുത്. അതവർ കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ്. ഞങ്ങൾ മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന, സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന, പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന, സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ്. അതാണ് ഞങ്ങളുടെ സ്നേഹം. രാഹുലേട്ടാ, രാഹുലേട്ടാ, രാഹുലേട്ടൻ്റെ ഗാനങ്ങളിലൂടെയാണ് എന്തായാലും ഈ സിനിമ കുറെ കൂടി ഹൃദയത്തിലേക്ക് റിലീസിന് മുമ്പേ ഇപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പറയാമോ? ഇതിൽ ഗാനങ്ങളെന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റാത്ത രീതിയിലാണ്. സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വിരൽ തൊടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. ആ പാട്ടിന് മുമ്പ് ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഗസൽ, ഒരു ഫേമസ് ഗസലിനെ പറ്റി പറയുന്നുണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ ആ ഗസൽ, പക്ഷെ നമുക്ക് ശരണ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ്. അപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ ഓക്കെ, അപ്പോൾ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തിൽ ഒരു ഗസൽ എന്ന് തോന്നിപ്പിക്കുന്ന, അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നറേറ്റീവിനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിലെ പ്രോസസ്സ്. ഓരോ പാട്ടും കയറി ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നറേറ്റീവ്, അല്ലാണ്ട് ഗാനം പ്രത്യേകം. പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് എ സോങ്, ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ, എൻ്റെ ഫസ്റ്റ് നറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ശരൺ എൻ്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്ത കൈകൾ തന്നെയാണ് അതിന് പിന്നിൽ. ജിയോ ബേബിയുടെ ഡിക്സൺ ചേട്ടൻ രണ്ടുപേരും കൂടെയാണ്. ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഒരു ഭയങ്കര സംഭവമാണ്. കോളേജിലൊക്കെ വലിയ റാങ്കൊക്കെ മേടിച്ചു, റാങ്ക് ഉണ്ടാണോ, അപ്പോൾ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ ഇതുപോലെ ആ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഹീ ഹാഡ് എ എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും ഒരുമിച്ച്? പറഞ്ഞ് എല്ലാം ഓക്കെയാണ്. എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈച്ച് ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത്. അല്ലാണ്ട് നോബഡി ഈസ് എ സ്റ്റാർ ഹിയർ, എവറിബഡി ഈസ് എ ക്യാരക്ടർ. അപ്പോൾ അത് അതിലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ്. ആ നറേറ്റീവിന് മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഇത് ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ സംഗീതം സ്കോറിൻ്റെ ഒരു സാധനമാണെങ്കിൽ, സ്വഭാവമാണെങ്കിൽ, വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. അവിടെ നമ്മൾ ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇനി മ്യൂസിക് ഇട്ട്
ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ വെൻ ദ ക്യാരക്ടർ സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക് ആൻഡ് അതിനുശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരുപക്ഷെ സംഗീതം വരേണ്ടത്. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു എന്നെ സംബന്ധിച്ചോളം കുറേ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവി ഇറ്റ് സെൽഫ്. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സമാധാനമാണ്. പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടിയത് ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനൊരു എനിക്കൊരു വാവ് മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈക്വലി വാവ് മൊമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു ശരൺ. ഡയറക്ടറിനോടാണേ, അതെ, ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിനകത്ത് ജോചേട്ടൻ സ്പീച്ച്ലെസ് ആക്കിയിരുന്നു എന്ന് ഞാൻ വായിച്ചിരുന്നു. ദാറ്റ് മീൻസ് ഒരു സീൻ കഴിഞ്ഞ് എല്ലാവരും മിണ്ടാതെയായി എന്ന് വെച്ചാൽ അത്രയ്ക്ക് പെർഫോമൻസ്. സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് മൂവി, സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വിത്ത് ജോജു ചേട്ടൻ? ആ ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു ഇത്. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു സീനായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വരും. കാരണം ഞാൻ എഴുതുമ്പോഴും ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയൊരു സീനായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തേക്ക് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ സീൻ എന്താണെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കട്ട് പറഞ്ഞു. അപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് വല്ലാതെ ഇത് എപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ സെറ്റ് ഫുൾ സൈലൻസ് ആണ്. എനിക്കൊരു ക്ലാപ്പ് അടിക്കാൻ പോലും അവിടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ എല്ലാവരുടെ മുഖത്തും ആ ഒരു നമ്മളൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടാവില്ല. അത് എല്ലാവരുടെയും, അത് ഇപ്പോൾ ആസ് എ ഡയറക്ടർ എൻ്റെ മാത്രമല്ലായിരുന്നു, ക്രൂവിലുള്ള എല്ലാവരുടെയും. ലിറ്ററലി നമ്മൾ സ്പീച്ച്ലെസ് ആയിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഒരു ക്രൂ മെമ്പർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ലൈക്ക് അത് കാണണം, അന്നത്തെ ആ ഒരു ഇത് റിലീവ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോഴും എക്സ്പ്രഷൻ ഐ ക്യാൻ ഫീൽ ഇൻ യുവർ ഫേസ് ആക്ച്വലി. മെയ് 1 റിലീസ് വരും. വലിയ സിനിമയാണ്, അടിപൊളിയായിരിക്കും. എൻ്റെ ഡബ്ബിങ് എല്ലാം കഴിഞ്ഞു. അത് എൻ്റെ കയ്യിലല്ല, അതല്ല ആ സിനിമയെക്കുറിച്ച് എനിക്കൊന്നും പുറത്ത് പറയാൻ പാടില്ല. അവരുടെ എഗ്രിമെൻറ്റിൽ തന്നെ ഒന്നും പറയരുതെന്ന് ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടിയിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒന്നും പറയരുതെന്ന്. കാരണം അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. വെറുതെ ഞാനെന്തിനാണ് അതിനെക്കുറിച്ച്. മെയ് 1 റിലീസ് എന്നുള്ളത് പറഞ്ഞു, അതാണ്. പക്ഷേ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കുന്ന സിനിമയായിരിക്കും അത്. കാർത്തിക് സുബ്രാജിൻ്റെ സിനിമ സൂര്യ സാറിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും, നല്ല പടമായിരിക്കും. എല്ലാം കഴിഞ്ഞു. ജൂൺ 5 റിലീസ്. അത് തന്നെ സെയിം എഗ്രിമെൻ്റാണ്, കമ്പനി വേറെ എന്നുള്ളൂ. ഭയങ്കര ഭാഗ്യമല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ. അതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. അവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയതും വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. ആ സീൻ പറയണോ? അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഇടപെടാൻ പറ്റിയതും അഭിനയിക്കാൻ പറ്റിയതും ഒക്കെ വലിയ കാര്യങ്ങളാണ്. അത് സിനിമ റിലീസ് ചെയ്തിട്ടൊക്കെ പറയാം. പൊളിയാ. എനിക്ക് എന്നുവെച്ചാൽ ഞാനിരിക്കുന്നത് നാരായണീൻ്റെ മക്കളുടെ കൂടെയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് തന്നെ സംസാരിക്കണം. കാരണം അല്ലെങ്കിൽ ഇവരെല്ലാവരും അതിനു വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ചോദിച്ചു എന്താ ചോദിക്കാൻ പോയി പണി. ആ
സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോരാ, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഗുഡ് വില്ല് പോലുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക, അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അത് ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ് വില്ല് പോലെ ഇപ്പം അവരുടെ കിഷ്കിന്ദ അറിയാലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ഇപ്പം രോമാഞ്ചം ആയാലും കിഷ്കിന്ദ ആയാലും ഒക്കെ വളരെ കമേഴ്ഷ്യലിയും ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ജോബ് ചേട്ടൻ്റെ കൂടെയും ഗുഡ് വില്ലിൻ്റെ കൂടെയും ഈ പടം എത്തിയത്, അവരുടെ അടുത്ത് എത്തിയതൊരു വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഈ ജോബി ചേട്ടൻ പടം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് നഷ്ടം വരില്ല എന്നുറപ്പുള്ള സിനിമകളിലോട്ടാണ്, അത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ജോബി ചേട്ടൻ ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക, എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം കിഷ്കിന്ദകാന്ഡം എന്നുള്ള സിനിമ അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഞാൻ ജോബി ചേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായാൽ നല്ലതാണല്ലോ. അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും. ജോബിച്ചേൻ്റെ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ നല്ല പടമാണെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട്. മാം ശരി മാം, ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ആളുകളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ആ കഥാപാത്രമായി എത്തിക്കാൻ ഒരു കഴിവുണ്ട്. അതിപ്പോൾ ഒരു കലാകാരിയെ സംബന്ധിച്ച ഒരു അംഗീകാരം തന്നെയാണ്. മാഡം ചെയ്തിട്ടുള്ള കഥാപാത്രമെല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മിന്നൽ മുരളിലെ കഥാപാത്രമായാലും ശരി, അതിനുശേഷം വന്ന ഭാരത സർക്കാരിലെ ഉൽപ്പന്നം അതിലെ കഥാപാത്രം നല്ല റെസ്പോൺസുകൾ വന്നതാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും നല്ല കഥാപാത്രങ്ങൾ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇനി സെറ്റ് കഥാപാത്രങ്ങളൊക്കെ വരും എന്നുള്ളത്. ശരിക്കും മലയാളത്തിൽ നിന്ന് അങ്ങനെ ഓഫേഴ്സ് വന്നായിരുന്നു. ഈ നാരായണിയുടെ 3 മക്കളുടെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും? അത് പ്രേക്ഷകർ തന്നെ കണ്ടിട്ട് പറയണം എത്രത്തോളം എത്തും എന്നുള്ളത്. നമ്മുടെയൊക്കെ ഹോപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 100% സിൻസിയറിറ്റിയോട് കൂടി അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ, ജീവൻ കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ 100% കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനി നിങ്ങളത് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാസ്സായിട്ട് സൈത്താനിലെ വെബ് സീരീസിലെ കഥാപാത്രമൊക്കെ ആയാലും അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥിരം സെൻറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ കഥാപാത്രങ്ങളിലേക്ക് നിങ്ങൾ തന്നെ എനിക്ക് സെൻറ്റി അല്ലാത്തൊരു സാധനം തരാൻ പറയൂ ബാക്കിയുള്ളവരോട്. വാട്ട് ഈസ് ദിസ്? ഒരു സ്റ്റീരിയോടിപ്പിസം എന്ന് പറഞ്ഞൊരു സാധനം ആക്കുന്നത് എല്ലാം ശല്യോ കരഞ്ഞു ചെയ്യുക. എന്നെ വേറൊരു കഥാപാത്രത്തിലോട്ട് വിളിക്കൂ. ഇതിൽ ആക്ച്വലി ലുക്കും ഡിഫറെൻ്റ് ആണ്. ശരൺ സർ, സിനിമയുടെ പോസ്റ്ററിൽ UA 13+ എന്ന് കണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് UA 13+? അല്ലെ എന്താണത്? അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. അതൊരു സർട്ടിഫിക്കേഷൻ്റെ കാറ്റഗറീസ് ആണല്ലോ. ഇപ്പം UA എന്ന് പറയുമ്പം പാരൻ്റൽ ഗൈഡൻസോട് കാണേണ്ട സിനിമകളാണ്. U എന്ന് പറഞ്ഞാൽ പാരൻ്റൽ ഗൈഡൻസ് ഇല്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെയുള്ള ആ കാറ്റഗറീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു സീൻ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. സീൻ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായല്ലോ ചോദ്യം. അല്ല, അത് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നാണ്. ഇത്തരം ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് തന്നെ അത് ആ സിനിമയുടെ ഉള്ളിൽ ഒരു ഡയറക്ടർ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ഫ്രഷായിട്ടുള്ളൊരു പ്ലാൻ ആ പടത്തിലുണ്ട്. നാരായണൻ്റെ 3 ആൾമക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് USB എന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹം നല്ല ഡയറക്ടറാണ്, നല്ല റൈറ്ററുമാണ്. അപ്പം നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. ഷരൺ സർ, ഇവിടെ ഈ മൂവിയുടെ ഒരു ഓവറോൾ ജോണർ നോക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ താങ്കളൊരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഇതിനു മുമ്പ് പല സിനിമകളിൽ ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കൊരു റെഫറൻസ് എടുത്ത സിനിമകൾ നമ്മളെ കൺവിൻസ് ചെയ്ത സിനിമ മലയാള പഴയ സിനിമകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഏതാണ് താങ്കൾ ഈ ഒരു നാരായണീൻ്റെ 3 ആൺമക്കളിലേക്ക് എത്താൻ തോന്നിച്ച സിനിമകൾ ഏതായിരിക്കും? ഇപ്പം അതിൻ്റെ ഇതാണെന്നില്ല ഞാൻ പറയണത്, ബട്ട് എന്തായിരിക്കും കൺവിൻസ് ചെയ്തത്? ഈ മൂവിയാണ് എനിക്ക് ഏറ്റവും കൺവിൻസ്ഡ് ആയത്, ഇതിലേക്ക് എത്താൻ എന്ന് തോന്നിയ ഏതെങ്കിലും മൂവി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മൂവി ഇല്ല. ഇറ്റ്സ് യുവർ ഓൺ ഇത് സ്വന്തമായിട്ടുള്ള ഒരു പുതിയ സംഭവമാണ്.
ഇപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞ ബിരിയാണി കഴിച്ചിട്ട് ഒരു നല്ലൊരു പാൽ സർബത്ത് കുടിക്കുന്നൊരു എഫക്റ്റ് കിട്ടുന്ന സാധനം എന്നുള്ളതാണ്. അല്ല, അത് രണ്ടും രണ്ട് ചോദ്യമായിരുന്നു. അപ്പം പുതിയതായിട്ടുള്ള ഒരു സാധനം എന്നുള്ള അവകാശവാദമൊന്നുമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടതുകൊണ്ടാണ് ഇത് വന്നതെന്നില്ല. ഞാൻ പാസ്റ്റിൽ കണ്ട എല്ലാ സിനിമകളും അതിൻ്റെ എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കാണുമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫിലിം മേക്കർ. സോ ഇതിനൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഒരു ഫാമിലി ജോണർ മാത്രം, ഒരു ഫാമിലി ആക്സെപ്റ്റ് ചെയ്യും. ഇത് ഒരു ആസ് എ റൈറ്റർ, ആസ് എ ഫിലിം മേക്കർ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഫാമിലി ഡ്രാമ, ഒരു പക്ക ഫാമിലി ഡ്രാമയാണ്. ബിസിനസ് ലെവലിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ അതിനൊരു ടെംപ്ലേറ്റ് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക്. ഒരു വില്ലൻ, ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക, ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് നാരായണന്റെ മൂന്നന്മക്കൾ എന്ന് പറയുന്ന സിനിമ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ചർച്ചയാവണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ പഴയ സിനിമകൾ നമ്മൾ നോക്കി കാണുമ്പോൾ തന്നെ കൈജോർക്കാരൻ സിനിമകളായാലും മുസ്തരാജ് സിനിമകളായാലും അന്നത് ഹിറ്റായില്ലെങ്കിൽ പോലും ഇന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം ഒരു രീതിയിൽ പശ്ചാത്തലത്തിൽ കടന്നു പോകുന്ന സിനിമയാണോ നാരായണന്റെ ആൺമക്കൾ എന്ന് പറയുന്നത്? ഒരു സംശയമില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിൻ്റെയും അടൂർ സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയും പരമ സാറിൻ്റെയും സിനിമ പോലെ കാലാതീതമായിരിക്കും നാരായണീൻ്റെ ആൺമക്കളും. ഒരു സംശയമില്ല. അത് ശരണന് ദൈവം കൊടുത്ത ഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടാവണം. നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും, പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും, ഒരു സംശയമില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനൊരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മൊട്ടായി വിടരാനെങ്കിലും എനിക്ക് അവസരം തന്ന ശരണിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ്. ജോജു എന്നോട് വളരെ വ്യക്തിപരമായി സ്വകാര്യമായും പറയുന്ന എൻ്റെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം, പക്ഷേ എനിക്ക് സ്നേഹം തോന്നിയ ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത്. അത് ഞാൻ ഉപേക്ഷിക്കില്ല. ഞാൻ എൻ്റെ ദുശീലം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അതെൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചോളൂ. എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത്? എന്തിനാണ് എൻ്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞു കളയേണ്ടത്, എൻ്റെ നാവ് അരിയേണ്ടത്, എൻ്റെ കഴുത്തരിഞ്ഞു കളയേണ്ടത്, എൻ്റെ കാലിന് ചങ്ങലക്കിടേണ്ടത്? അങ്ങനെ ഇടേണ്ടതല്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കലാകാരൻ ശവബോഡിയാണ്. ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത്, ബാക്കി ഞാൻ പറഞ്ഞതാ. അല്ല, എനിക്കറിയാം ഇത് വിൽക്കാനിരിക്കണാണെന്ന്. എനിക്ക് ദുശീലമുണ്ട്. ആർക്കാണ് ഇല്ലാത്തതെന്ന് പറ. സത്യസന്ധമായിട്ട് കൈയുയർത്തി പറയാൻ പറ്റുന്നവരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എല്ലാവർക്കും ഓരോ ദശൂലെങ്കിലും കാണും. സിഗരറ്റ് വലിക്കാത്തവരാരില്ലാത്തവരുടെ ഇനി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിളിൽ സ്നാപകയോഹന്നാനാണ്. സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപകയോഹന്നാനെ ആദരിക്കുന്ന ഒരുത്തളാണ്. യേശുക്രിസ്തു ഒത്തുതീർപ്പുകാരനായിരുന്നു. പത്രോസ് ഗുരുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞവനായിരുന്നു. യൂദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തവനായിരുന്നു. എനിക്ക് യൂദാസിനെയാണ് ബഹുമാനം.
പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതാണ് നാരായണീൻ്റെ 3 ആൺമക്കളും പറയുന്നത്. പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ല, പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ഒരുപാടുണ്ട്, സംശയമില്ലല്ലോ. നിങ്ങളുടെ ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ എത്ര ശത്രുക്കളും മിത്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇടതും വലതും ഇരിക്കുന്നവർ ആരൊക്കെയാണ് മിത്രമാണെന്ന് ശത്രുവാണെന്ന് അറിയാവോ? എവിടെ നിന്ന് കുത്തു വരുമെന്നറിയാവോ? ശരണിന് ഇനിയിപ്പോൾ എത്ര കുത്തു കിട്ടാൻ പോകണമെന്ന് ദൈവത്തിനറിയാം. ശരൺ സാർ, ഇപ്പോൾ നേരത്തെ KG ജോർജ് സാറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ലോഹിതദാസ് സാറാണെങ്കിലും പത്മരാജൻ സാറാണെങ്കിലും ഈ വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിലും ഒക്കെ അവരുടെ കൃതികളിലൊക്കെ ചുറ്റുപാടുകൾ, അവർ ജീവിച്ച ജീവിതാനുഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ MT സാറ് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്, എൻ്റെ ചുറ്റുപാടുകളാണ് എൻ്റെ കഥയിലൂടെ കൂടുതലും വരിക, അതാണ് എനിക്ക് കംഫർട്ടബിൾ എന്നുള്ളത്. മറ്റൊരു ലോകം തേടി അവർ പോയിട്ടില്ല, പക്ഷെ അതിൽ തന്നെ അവർ വിസ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരൺ സാർ ആദ്യ സിനിമയിൽ വരുമ്പോൾ തന്നെ ചുറ്റുപാടുകൾ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ മഹാരഥന്മാരുടെ പാത എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള ഓരോ സിനിമകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ, അതോ ഈ ജോണറിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ജോണർ ഷിഫ്റ്റ് ചെയ്യും. അടുത്തത് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ആദ്യ സിനിമ സ്വന്തം ചുറ്റുപാടുകൾ തിരഞ്ഞെടുത്തത്? അങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യേണ്ടത്? അല്ല, സ്വന്തം ചുറ്റുപാടൊന്നുമല്ല, പക്ഷേ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെ. ജോജി ചേട്ടാ, ഒരു ചോദ്യം കൂടി. നമ്മുടെ ജോബി ജോസ് സാറ് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരുപാട് മാസ് കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് മമ്മൂക്ക പടങ്ങൾ. ഇപ്പോൾ രാഹുൽ രാജേട്ടനൊക്കെ ഒരുപാട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് വേണ്ടി. ജോസഫ് സിനിമ കണ്ടിട്ട് മമ്മൂക്ക അയച്ചൊരു മെസ്സേജിനെ കുറിച്ച് ജോജി ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊള്ളാം പടവും നടിപ്പും എന്ന് പറഞ്ഞ ഒരു മെസ്സേജ്. നിങ്ങൾ രണ്ടുപേരും കൂടി, അതായത് മമ്മൂക്കയും ജോജു ചേട്ടനും ഒന്നിക്കുന്ന ഒരു മാസ് പടം വരുമോ? എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഗുഡ് വിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു പടം വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആര് പ്രൊഡ്യൂസ് ചെയ്താലും കുഴപ്പമില്ല, നടന്നാൽ സന്തോഷം. നല്ലതല്ലേ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ? ഒരു ഓഫർ പോലും അങ്ങനെ വന്നിട്ടില്ല, കഥകളൊന്നും വന്നിട്ടില്ല? ഇല്ല. ശരിയായാൽ മതിയായിരുന്നു, കാരണം ഞാനും അത് കാത്തിരിക്കുകയാണ്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു രാജു ചേട്ടൻ്റെ മകൻ അങ്ങനത്തെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. പേഴ്സണലി അറിയത്തില്ല, ബട്ട് ഹോപ്പിംഗ്. കാരണം ഇപ്പോഴും അത് ന്യൂ ഇയർ ആയിക്കഴിഞ്ഞാൽ വാസ്കോഡഗാമയും ഒക്കെ അല്ലെങ്കിൽ തലയും ഒക്കെ എപ്പോഴും സംസാരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം. അപ്പോൾ റിലീസ് ചെയ്യട്ടെ, അടിപൊളിയാകട്ടെ. ഇത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞ മാതിരി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ഒരു രീതിയിലും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഉള്ളൊരു ചെറിയ കുടുംബ സിനിമ എന്നതിനെ വിളിക്കാം. അപ്പോൾ തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാസ് സിനിമകൾ, ഒരുപാട് ആക്ഷൻ സിനിമകളുടെ ഇടയിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ഇങ്ങനെയൊരു സിനിമ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പോകണം, കാണണം, സിനിമ ഇഷ്ടപ്പെടും എന്നാണ് നമ്മുടെ വിശ്വാസം. ഞാൻ കുമ്പസാരക്കൂട്ടിലല്ലല്ലോ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിലല്ലേ ഇരുന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെപ്പോലെ തുറന്ന് സംസാരിക്കൂ, നിങ്ങൾ കള്ളത്തരങ്ങൾ പറയരുത്. അലൻസിയറേട്ടാ, നേരത്തെ പറഞ്ഞായിരുന്നു രാഷ്ട്രീയം വിടരുതെന്ന് ജോജു ചേട്ടൻ പറഞ്ഞു എന്ന്. ഒരു സംശയം, എന്താണ് അലൻസിയർ ചേട്ടൻ്റെ രാഷ്ട്രീയം? എൻ്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ല. ഹൃദയം ചലിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. അപ്പോൾ ഇടതുപക്ഷവും പാർട്ടിയും രണ്ടാണോ?
ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ? നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു. എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, തുറന്ന പുസ്തകം പോലെ പറയുകയാണ്. എനിക്ക് ₹1 ശമ്പളം കിട്ടിയില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിലിരിക്കണം. തമാശയാണ്. ഇനി തമിഴിൽ എനിക്ക് വേഷം കിട്ടും തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട്. ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ്. അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കീഴടക്കണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ജഡ്ജി വേഷവും കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ്, അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ്. അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ്. എനിക്ക് എൻ്റെ ഷോട്ടില്ല, എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം. ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്റ്റൈലിസ്റ്റ് ആക്ടിങ്, അയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസാണ്. ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം. ജഡ്ജി ഞെട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിസ്റ്റ് ആക്ടിങ്ങും അറിയില്ല, ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല. നമ്മളിങ്ങനെ ഈ ദിലീഷ് പോത്തൻ്റെ കൂടെയും ശരണിൻ്റെ കൂടെയും രാജീവ് രവിയുടെ കൂടെയൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാവും. എന്താ അപ്പനിൽ മോശമാണോ? ഇത് ചതുരത്തിൽ മോശമാണോ? നിങ്ങൾ നാരായണൻ്റെ മക്കൾ കണ്ടു നോക്കൂ. നാളെ നിങ്ങൾ ഈ തമിഴിൽ എൻ്റെ വേഷമില്ലാതാക്കി കളയരുത് കേട്ടോ. ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടും. ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ടത് ചോദിക്കും. ആ പണി കിട്ടേണ്ടോ പണി കിട്ടും. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ പോലും എൻ്റെ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും. മുറി അങ്ങ് ലോക്ക് ചെയ്യും. അറ്റാച്ച്മെൻ്റ് ഇല്ല. പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡായി. അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ വളരെ പേഴ്സണലി പറയാണ്, എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും. അവരെ റോഡ് മറികടത്തി കൊണ്ടുവരാൻ. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട്. എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം. അതുതന്നെയാണ് നാരായണൻ്റെ മക്കളും. എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ. ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ്. അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത്.
എല്ലാവർക്കും തുല്യ നീതി വേണം. ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല? ആണും പെണ്ണും ഉണ്ടെങ്കിലേ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയൂ. ആകാശത്തു നിന്ന് മഴ പെയ്താലേ ഭൂമിയിൽ പിന്നെ ഉർവരത മാറൂ, മരുഭൂമി ഇല്ലാതാവൂ. അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേഘമാണ്. അപ്പോൾ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനെനിക്ക് യാതൊരു സങ്കോചവുമില്ല അത് പറയുന്നതിനകത്ത്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു അവകാശമല്ല, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. ആണിനും മാത്രമായിട്ട് അവകാശം എന്നല്ല ഞാൻ പറയുന്നത്, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. അത് ഈ സിനിമ സംസാരിക്കും നിങ്ങളോട്. നാരായണിൻ്റെ 3 ആൺമക്കൾ, നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജനിച്ചാലും നാരായണിൻ്റെ 3 ആൺമക്കൾ നിങ്ങൾക്കുണ്ടാവട്ടെ. വ്യത്യാസമായിട്ടുള്ളൊരു സിനിമയാണ്. അതിലൊപ്പം തന്നെ നല്ല ശരൺ ഒരാൾ സിനിമ സ്വപ്നം കണ്ട് അതിനുവേണ്ടി സഞ്ചരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയറായിട്ട് വന്ന ഒരു പടം ചെയ്യുകയാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുത്തുള്ള ഒരു എക്സ്ട്രാ എഫേർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പടം ഇപ്പോൾ ഒരു ആവശ്യമായിട്ടും എനിക്കും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം വയലൻസ് സിനിമകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രേക്ഷകർ തന്നെ എന്നോട് തന്നെ പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് പ്രേമിക്കണ പടം അഭിനയിക്കൂ, അങ്ങനെ പടങ്ങൾ വരേണ്ടതാണ് നമുക്കും ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പടം ഇപ്പോൾ വരുന്നതിൽ വളരെ സന്തോഷം. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും, ഒരു സംശയമില്ല. വളരെ നല്ല സിനിമയാണത്. ഞാൻ ഉണ്ടാവും. താങ്ക് യു.